പ്രെഡിക്റ്റബിൾ അല്ലല്ലോ ഇതിന്റെ കളറൊന്നും. അല്ലല്ല ഇതാണ് ഇതിന് അങ്ങനെ കളറ് ഇന്ന സാധനം ഒന്നുമില്ല, ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഉണ്ടോ ഐഷ് അടിപൊളി കളർ ഉണ്ടോ. ഇതിന്റെ വിത്തിന് റേറ്റ് ഇല്ല, സത്യത്തില് റേറ്റ് ഇല്ല. ഞാൻ റഷീദ് മലപ്പുറം റെസിൻ എക്സോട്ടിക് പെരിങ്ങോട്ടുപുലം മലപ്പുറം ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ, എല്ലാവർക്കും അറിയുമെന്ന് കരുതണം, പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഞാൻ ഇന്ന് പുതിയൊരു സാധനം പരിചയപ്പെടുത്താണ്. റെയിൻബോ കോണാണ്. കുറേ മുന്നേ ഒരു 5-6 വർഷം മുന്നേ വരെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്കൊന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് നേരത്തെ മഴ പെയ്തുകൊണ്ട് നമുക്ക് ചെറിയ ഫാൾട്ട് പറ്റി. അല്ലെങ്കിൽ നല്ല മഴ കഴിഞ്ഞ് മെയ് ലാസ്റ്റിക്ക് നല്ല ഫുള്ളായിട്ട് കായ പറിക്കേണ്ട സമയമായിരുന്നു. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് കുറച്ച് വൈകി. പിന്നെ ഇതിനോടൊരു മടുപ്പ് വന്നു. മഴ പെയ്തപ്പോൾ ഒക്കെ എല്ലാവരും ഭംഗിപ്പോയി. ഏതായാലും നമുക്ക് കുറച്ച് പറിച്ച് നോക്കുക. വെറൈറ്റികളാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതൊന്ന് പറിക്കാം. അതൊക്കെ കണ്ടോ, സമയം കഴിഞ്ഞു, പറിക്കേണ്ട സമയം കഴിഞ്ഞു. കളറൊക്കെ ഭംഗിയൊക്കെ പോയതാണ്. നല്ല കളർഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു മഴേന്റെ ഒരു എഫക്റ്റ് ആണ് ഇതിന്റെ അതൊക്കെ ശരിക്കും കംപ്ലൈന്റ് വരാൻ തുടങ്ങി. നല്ല കളർ തന്നെയാണ്, കളർഫുൾ തന്നെയാണ്. പക്ഷെ ഇപ്പൊ കാണുമ്പോഴേ ഉണ്ടോ എല്ലാത്തിന്റെ ആ ഭംഗി പോയി എന്ന് പറഞ്ഞില്ലേ. ഉണ്ടോ അതൊക്കെ ശരിക്കും നല്ല ഇതിലാണ് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പ്രെഡിക്റ്റബിൾ അല്ലല്ലോ ഇതിന്റെ കളറൊന്നും. അല്ലല്ല ഇതാണ്. ഓ അടിപൊളിയാണല്ലോ. റെഡില് കേട്ടോ. ഇതിനങ്ങനെ കളറ് ഇന്ന സാധനം ഒന്നുമില്ല, ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഉണ്ടോ ഐഷ് അടിപൊളി കളർ ഉണ്ടോ. സൂപ്പർ കേട്ടോ, എല്ലാ കളറും ഉണ്ട് ഇതില്. ഒന്നിന് നമ്മളെ റെഡിനാണ് മുൻതൂക്കം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. ഇതൊക്കെ ഫുൾ ഡാർക്ക്, അതിൻ്റെ അടക്കം ഒരാ ലൈറ്റ് കളറുണ്ട്. ഓ അടിപൊളി അടിപൊളി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തേണ്ടത് ഇത്രയും എല്ലാം പല കളറാ. ശരിക്കും പറഞ്ഞാൽ മഴ നമ്മളെ ചതിച്ചു എന്ന് പറയാം. ചതിച്ചു, ഒരു സംശയമില്ല. പക്ഷെ വിത്തുകളുണ്ട്. ഇതിന്റെ വിത്തിനൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇതിന്റെ വിത്തിന് റേറ്റ് ഇല്ല, സത്യത്തില് റേറ്റ് ഇല്ല. ഫ്രീ ആയിട്ട് കൊടുക്കുക. നമ്മള് ശരിക്കും പറഞ്ഞാല് പിന്നെ ഇവിടുന്ന് ഒരാളെ കയ്യിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ പോരാത്തിന് ബാക്കി മലേഷ്യയിൽ നിന്നും തായ്ലാൻഡിൽ നിന്നും കൊണ്ടുവന്ന സീഡുകളാണ്. ഓക്കെ. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, അടിപൊളി കളർഫുൾ ആയിരുന്നു. പക്ഷേ ഈ മഴ നമ്മളെ ചതിച്ചു എന്ന് തന്നെ പറയാം. ഈ മഴ ചതി എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ എൻ്റെ കുറച്ച് വൈകി, ചെയ്യാനും കുറച്ച് വൈകി. എന്തായാലും ഇതേപോലത്തെ പല കളറുകളും ഇതിലുണ്ട്. ഇനി വേറൊന്ന് പൊളിക്കുമ്പോൾ വേറെ കളറായിട്ട് മാറും. എന്തായാലും നമ്മളിവിടെ വരുന്ന കസ്റ്റമർക്കൊക്കെ ഓരോ സീഡ് കൊടുക്കും കേട്ടോ. എന്തായാലും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ആരും സെയിലായിട്ട് ഞാൻ അത് ചെയ്യണില്ല, ഫ്രീ ആയിട്ടാണ് ഇത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് പുതിയത് എന്താ ഇത് കളർ മാറ്റേണ്ടത് അല്ലേ. എല്ലാത്തിലും ഓരോ സംഭവങ്ങൾ മാറ്റങ്ങളുണ്ടാവും. എല്ലാം ഡിഫറെന്റ് ആണ്. പിടിക്കാൻ കയ്യൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ പിടിക്കല്ലേ രണ്ടതായിട്ട്. ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ? ഓ അടിപൊളി കേട്ടോ. ഇതിന്റെ പരിപാലനം സിമ്പിളാണ്. ഒന്ന് നോക്കുക, മഴക്കാലത്ത് നടാൻ നിൽക്കുക, അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇതെന്താ വെച്ചാൽ നല്ല ഡ്രൈയിലാണ് നല്ലത്. നല്ല ചാണകപ്പൊടിയും വളമിട്ടിട്ട് സാധാ ഒരു വിത്ത് പാകി കൊടുത്താൽ പെട്ടെന്ന് മുളക്കും. 2 മാസം കൊണ്ട് കായാവും. ഇപ്പൊ മഴക്കാലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു വിത്ത് നമ്മളെ കയ്യിൽ കിട്ടിയ അത് അടുത്ത വർഷം നമുക്ക് പാകിയാലും കുഴപ്പമുണ്ടാവോ? അടുത്ത വർഷം അതിന് സൂക്ഷിപ്പ് മറ്റേ ഇത് കുത്തുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സംരക്ഷിക്കണം. അതിനെന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം നമ്മൾ ചെയ്താലും ഉപയോഗിക്കും. അടുത്ത വർഷം എന്നുള്ളതല്ല, ഒരു ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. ഇത് ഷെൽട്ടറുകളിൽ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യാം. ചെയ്യല്ലേ. അതിന് കൂടുതലല്ലേ, ഇതിന് അത്ര വരുമാനം കിട്ടുമല്ലോ.
അല്ല ഒരു ക്രൈസിന്റെ പുറത്തൊക്കെ ചെയ്യുന്ന പുറത്ത് ചെയ്യാം. ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ട് കുറച്ച് ഈ സമയത്ത്. കാരണം ഇത് കാണുമ്പോ ഒരു ഇതാണ്, അതെ, ഒരു സംശയം. നമ്മൾ സാധാ ഇത് കാണുന്ന പോലെയല്ല, കുറച്ചൊരു കളർഫുൾ ആവുമ്പോഴേ ഇതൊന്നുമല്ല ഭംഗി, ഒരുപാട് കളർഫുൾ ഉണ്ട്. ഇതിന്റെ ആദ്യം ഉണ്ടായ വെറൈറ്റീസിന്റെ ഫോട്ടോ ഇതേപോലെ എന്റെ കയ്യിലുണ്ട്. അത് വേണം ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ചട്ടിയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാം. ഒരു ചട്ടി മതി. ചട്ടിയിൽ 1, 2, 3 ചെയ്യാം. ഇതിന് ഒരു ഇതും കൂടെ നോക്കാണ്ട്, ഇതിന്റെ പോളിനേഷൻ നടക്കുന്നത് ഇതിന്റെ മേലെ വരും ഒരു പൂവ്, ആ പൂവെന്നാണ്. അപ്പോൾ ഓരോന്ന് ഗ്യാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പോളിനേഷന് മറ്റുള്ള പൂമ്പൊടിയിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വരുന്ന, കാറ്റിന് പാറി വരുന്ന സംഭവം. അപ്പൊ അടുത്തടുത്ത് വെക്കണതാണ് ഏറ്റവും നല്ല ടോപ്പ് സംഭവം. അടുത്തടുത്താണ് വെക്കുന്നത്. ഏറ്റവും അടുപ്പിച്ച് ഇതേപോലെ ബാക്കിൽ നിൽക്കണ പോലെ നല്ലത്. പെട്ടെന്ന് ഉണ്ടാവും, നല്ല കായ്ക്കും ചെയ്യും. നല്ല വളം കൊടുത്ത് നല്ല ഉണ്ടാക്കിയാൽ വലിയ പഴം കിട്ടും ചെയ്യും, കായ് കിട്ടും ചെയ്യും.